ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ലൈല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറയുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ യു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് പോസ്റ്റർ വന്നു. അതേമാതിരി റോബിൻ ഹുഡിൻ്റെ ക്രിസ്മസ് പോസ്റ്റർ വന്നു. പിന്നെ നസിബയ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്രിസ്മസ് പോസ്റ്റർ വന്നു. പിന്നെ കുറച്ച് തെലുങ്ക് പടങ്ങൾ ഇപ്പോൾ റിലീസിന് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡിസംബർ 31 ഗുണ്ടൂർകാരം. പിന്നെ ജനുവരി 1 ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ചിരഞ്ജീവിയുടെ പടം. പിന്നെ സൈ എന്ന് പറഞ്ഞിട്ടുള്ള നിതിൻ്റെ പടം വരുന്നുണ്ട് ജനുവരി 1 തന്നെ. പിന്നെ ഓയ് എന്ന് പറഞ്ഞിട്ടുള്ള പടം വരുന്നുണ്ട് ജനുവരി 1. പിന്നെ ഭൂൽ ബുലയ 3 എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 27 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു പടം അനഗനക ഒക്കരാജു എന്ന് പറഞ്ഞ പടത്തിന്റെ പേര്. അപ്പോൾ അതിന്റെ പ്രീ വെഡിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ KD എന്ന് പറഞ്ഞ അടുത്തത് ശിവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്തായാലും അത് 20 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബേബി ജോ എന്ന് പറഞ്ഞ അവിടെ പുറത്തിറങ്ങിയത് തെരിയുടെ റീമേക്ക് ആയിട്ട്. അത് ഫസ്റ്റ് ദിവസം 11.25 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിന് ബീജിംഗ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തമിഴിനൊരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ ചിന്നി എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 2 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രം, SJ സൂര്യ, ദുഷര വിജയൻ ഇവരൊക്കെ അഭിനയിക്കുന്ന പടം. SU അരുൺകുമാറാണ് പടം എടുക്കുന്നത്. എന്തായാലും ആ പടത്തിന്റെ കുറേ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്, ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അളങ്കു എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ലവ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫെബ്രുവരി 7 2025 പുറത്തിറങ്ങുന്നത് കൺഫേം ചെയ്തു. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന പടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സ്റ്റില്ല് പുറത്തിട്ടായിരുന്നു മമ്മൂട്ടി. ക്രിസ്മസ് എന്നുള്ള രീതിയിൽ പുറത്തിട്ടാണ്. അതിനുശേഷം ക്രിസ്മസിനായിട്ട് തന്നെ വേറെ പോസ്റ്റർ വന്നു. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഡിസൈൻ ലുക്ക് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്തായാലും നല്ല പോസ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അടുത്തത് ദോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇപ്പോൾ നോർമലി ആപ്പിൾ മ്യൂസിക്, സ്പോട്ടിഫൈ, Jio7 അങ്ങനത്തേലൊക്കെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ രാജാക്കളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, കിടിലൻ പോസ്റ്ററാണ്. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ സീറോ ബാലൻസ് ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 2 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ KMK കുഴന്തകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ഫ്രണ്ട് പോലെ എന്നാണ് പാട്ടിന്റെ പേര്. അത് വെങ്കട് പ്രഭു ഇന്ന് 5 മണിക്ക് പുറത്തിറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ, ഫസ്റ്റ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കേരളത്തിൽ നിന്ന് 3.51 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 0.50 കോടിയാണ്. ഓവർസീസിൽ നിന്ന് 1.54 കോടിയാണ്. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് 5.55 CR ആണ് ഫസ്റ്റ് ഡേ നേടിയിട്ടുള്ളത്. പടത്തിന് ഒരു ആവറേജ് രീതിയിലാണ് അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3D വർക്കും VFX അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 3ാമത്തോളം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് അത്. അപ്പോൾ അതിന്റെ 3ാമത്തോടെ സോംബി പടമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മോശം പോസ്റ്റർ എന്നുള്ള രീതിയിൽ സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും പേര് കൊടുത്തിട്ടുള്ള ജാംബി എന്നാണ്. എന്തായാലും ജോർജ് കോര എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. കഥ എഴുതുന്നത് നന്ദു മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഹരികൃഷ്ണനും ജോർജ് കോരയും കൂടിയിട്ടാണ്. 2026 പടം റിലീസാകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാവുന്നുള്ളത്. പിന്നെ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് അടുത്തായിട്ട് സൂര്യനെ വെച്ചിട്ട് പടം എടുക്കുമെന്ന് പറഞ്ഞു. വെങ്കേട്ടലൂരെ ആയിരിക്കും പടം ഡയറക്ഷൻ ചെയ്യാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ അടുത്ത ആൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേര് 796 cc എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഒരു എൻജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ ടൈറ്റിൽ ടീസർ വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ടൈറ്റിൽ ടീസർ എന്നുള്ളതിനുപരി ഒരു ടീസർ എന്ന് തന്നെ പറയാം. എന്തായാലും അതിൻ്റെ പോസ്റ്റർ ഇതാണ്, ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. ടീസറും ഗംഭീര തന്നെയാണ്. അതിലത്തെ ഫ്രെയിംസ് ആയി കഴിഞ്ഞാലും സന്തോഷ് നാരായണൻ്റെ BGM ആയി കഴിഞ്ഞാലും ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ രണ്ടാക്കാരിലൊക്കെ മെയിനായിട്ട് എടുത്തു പറയണം. ഒന്ന് ജയറാമിൻ്റെയാണ്, പിന്നെ ജോർജ് ജോർജിൻ്റെ കിഡിൽ ലുക്ക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലുക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. 2 ലുക്ക് ഉണ്ട്. ഒരു ലുക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ മുന്നേ കാണിച്ച ഈ ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. റെട്രോ എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഗംഭീര പേരായിട്ടാണ് തോന്നിയത്. പിന്നെ പടം റിലീസിനകത്ത് സംഭരണം എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏപ്രിൽ സമയത്തായിരിക്കും. പിന്നെ KH 237 കമൽഹാസൻ്റെ 237ാമത്തോളം അൻപറിവ് എടുക്കുന്ന ആളാണ്. ആ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ട് സൽമാൻ ഖാൻ അഭിനയിക്കുന്ന പടം. AR മുരുകദോസ് വീണ്ടും ഡയറക്ഷനിലേക്ക് വരുന്ന പടമാണ്. കുറേ കാലമായിട്ട് നിർത്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡയറക്ഷൻ അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്ന് സൽമാൻ ഖാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സൽമാൻ ഖാൻ. ഇന്ന് അതിൻ്റെ ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പോസ്റ്റർ ഒക്കെ ആയിരുന്നു, ടീച്ചർ ഔട്ട് ടുമാറോ എന്നുള്ള രീതിയിൽ. എന്തായാലും രാവിലെ 11:07 അതിൻ്റെ ടീച്ചർ വരുന്നത്. ഇന്ന് അത് പോസ്റ്ററിൽ കൊടുത്തിട്ടില്ല മാത്രം. എന്തായാലും പോസ്റ്റർ ഇതാണ്. 2025 ഇതിനാണ് പടം റിലീസാവുന്നത്. എന്തായാലും ടീച്ചറിൻ്റെ ഡ്യൂറേഷനായി പറഞ്ഞു കൊടുക്കുന്നത് 1 മിനിറ്റും 45 സെക്കൻഡാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ നേപ്പാളിലുള്ള കളക്ഷൻ 24.75 കോടി ആയിട്ടുണ്ട് 20 ദിവസം കൊണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 21 ദിവസം കൊണ്ട് 1705 കോടിയാണെന്നുള്ളതാണ് ഇവർ കൺഫേം ചെയ്തിട്ടുള്ളത്. പക്ഷേ 1600 ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ കേട്ടത്. എന്തായാലും അത്യാവശ്യം കളക്ഷൻ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിടാമരിച്ച് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒരു സ്ഥലത്ത് ബാക്കിയുണ്ട് പറഞ്ഞിരുന്നു. അതിനായിട്ട് തൃശ്ശയും അജിത് കുമാറും പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. സവദീക്ക എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ ഇതാണ്, ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് തോന്നി. അനിരുദ്ധാണ് മ്യൂസിക് എന്ന്, അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട് നല്ല പാട്ടാവുന്നുള്ളത്. ഈ പോസ്റ്റർ കണ്ടിട്ടൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഷൂട്ട് ചെയ്തതിൽ പെട്ട ഒരു ഭാഗം തോന്നുന്നുണ്ട് ഈ പാട്ട്. കാരണം ആൾക്ക് ക്ലീൻ ഷേവ് ഒക്കെയാണ്. ഇനിയിപ്പോൾ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ള അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. പിന്നെ മമ്മൂട്ടി വിനായകൻ ജിതിൻ കെ ജോസ് മൂവി. ആ പടത്തിലത്തെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ സൈനേഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യഥാർത്ഥ ആളുടെ ബേസിസിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ട്രൂ സ്റ്റോറി മാരുത്ത രീതിയിൽ ആയിരിക്കും പടം വരിക എന്നുള്ളതാണ്.
പിന്നെ ഉണ്ണിമുന്തൻ്റെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫാമിലി ടീച്ചർ നല്ലൊരു ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ടീച്ചറായിട്ടാണ് തോന്നി. ആ ടീച്ചറിൽ ഉണ്ണിമുന്തന് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ എന്നുള്ളത്, സൂപ്പർ സ്റ്റാർ ഉണ്ണിമുന്തൻ എന്നുള്ള രീതിയിൽ. പിന്നെ പടത്തിൻ്റെ തെലുങ്ക് റിലീസ് വരാൻ പോകുന്നത് ജനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ പോസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാം. പടത്തിന് ഹിന്ദിയിൽ നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം മലയാളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പോയിട്ടുള്ള ഗോഡ് ലൈഫിൻ്റെയാണ്, ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ. പിന്നെ മരക്കാറിൻ്റെയാണ്. പിന്നെ 3-ാം സ്ഥാനത്ത് ഇപ്പോൾ മാർക്ക് കിടക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ടിക്കറ്റ് എന്നുള്ളതിനെ കേൾക്കുന്നത് കില്ലിൻ്റെ മുകളിലായി എന്നുള്ളതൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ഇത് ഹിന്ദി റിലീസിൻ്റെ അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല അഭിപ്രായമാണ് അവർക്ക്. പിന്നെ കേരളത്തിൽ നിന്ന് 5-ാമത്തെ ദിവസം 3.56 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. അതേമാതിരി 6-ാമത്തെ ദിവസം 3.58 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 6 ദിവസം കൊണ്ട് 25.16 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേരിട്ടുള്ള പടം. പിന്നെ പടം 5 ദിവസം കൊണ്ട് 50 കോടി എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 50 കോടി ആയിട്ടില്ല. 6 ദിവസം കൊണ്ട് 48.76 കോടി ആയിട്ടുള്ളൂ. എന്തായാലും 7-ാമത്തെ ദിവസം കൂടിയും കൂട്ടുമ്പോൾ എന്തായാലും 50 നടന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇന്നലത്തെ കൂടിയും കൂട്ടി കഴിഞ്ഞാൽ 53 ലെവലിലേക്ക് എത്തിണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എന്ന് വെച്ചാൽ BGM കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള OST എന്നുള്ള രീതിയിൽ അവരിന്ന് പുറത്തിറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അനീഫദ്ദീനി അടുത്തതായിട്ട് ആന്റണി വർഗീസ് പപ്പേനെയും കുഞ്ചാക്കോബനെ വെച്ചിട്ടാണ് പടം എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അതും ഗംഭീരമായി വരട്ടെ. അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കടന്നേക്കും. ബൈ.